നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാകുകയാണ്. കാരണം വലിയൊരു ഭീതിയായി നിൽക്കുന്നത് മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളാണ്. കാലെടുത്ത് വെക്കുന്നത് ഇതിനു മുകളിലേക്കാകാം. അത്തരമൊരു സ്ഥിതിയും കൂടി ഇപ്പോൾ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. എങ്കിൽ കൂടിയും വളരെ സൂക്ഷിച്ച് ഓരോ ചുവടും എടുത്തു വയ്ക്കുകയാണ് രക്ഷാപ്രവർത്തകർ. നിറഞ്ഞ ഗ്യാസ് സിലിണ്ടറുകൾ തിരച്ചിലിന് വെല്ലുവിളിയാകുന്നു എന്നാണ് രക്ഷാ ദൗത്യത്തിൽ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പല വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഒഴുകി വന്ന 27 ഗ്യാസ് സിലിണ്ടറുകളാണ് മണ്ണ് നീക്കം ചെയ്തപ്പോൾ ലഭിച്ചത്. മണ്ണിൽ പുതഞ്ഞ് ഇനിയും സിലിണ്ടറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ മണ്ണ് മാന്തി യന്ത്രങ്ങൾ കരുതലോടെയാണ് ഉപയോഗിക്കുന്നത്. ലഭിച്ച സിലിണ്ടറുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. തെരച്ചിൽ നടത്തുന്ന ഓരോ ടീമിലും ഫയർഫോഴ്സ്, SDRF, NDRF എന്നിവരുമുണ്ട്. കൂട്ടത്തോടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്. ഗ്യാസ് സിലിണ്ടറുകൾ മാത്രമല്ല ഒരു ഭീഷണിയായി നിൽക്കുന്നത്. മണ്ണിനടിയിൽ പുതഞ്ഞ് പല സാധനങ്ങളും അപകട ഭീഷണി ഉയർത്തി നിൽപ്പുണ്ട്. മരകഷ്ണങ്ങളും അതുപോലെ തന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, പിച്ചാത്തികൾ, വാക്കത്തി തുടങ്ങി കൂർത്ത് മണ്ണിന് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ പല ഉപകരണങ്ങളും ഇതിനോടകം തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഭീഷണിയായി നിലനിൽക്കുകയാണ്. കാരണം ചെളിയിലും മണ്ണിലും ഒക്കെ പുതഞ്ഞാണ് ഇത് കിടക്കുന്നത്. രക്ഷാദൗത്യത്തിലുള്ളവർ കാലെടുത്ത് വയ്ക്കുന്നത് ചിലപ്പോഴൊക്കെ അതിൻ്റെ മുകളിലേക്കാണ്. അങ്ങനെ നിരവധി പരിക്കുകളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഏറെ സൂക്ഷിച്ചാണ് രക്ഷാദൗത്യത്തിലുള്ളവർ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രക്ഷപ്പെട്ടവരോ ബന്ധുക്കളോ എത്തി ഇനി മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഇടങ്ങളിലും തിരച്ചിൽ നടക്കും. തമിഴ്നാടിൻ്റെ സംഘവും സഹായത്തിനെത്തിയിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ 5 കെഡാവർ ഡോഗുകളെ തെരച്ചിലിന് ഉപയോഗിക്കുന്നുണ്ട്. 7ാം നാളത്തെ തെരച്ചിലാണ് തുടങ്ങിയിരിക്കുന്നത്. 12 സോണുകളിലായി 50 പേർ വീതമുള്ള സംഘങ്ങളാണ് തെരച്ചിൽ നടത്തുന്നത്. സൈന്യവും ശക്തമായ രീതിയിൽ തെരച്ചിലുമായി മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നതുവരെ തെരച്ചിൽ തുടരുമെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. ഘട്ടം ഘട്ടമായി തെരച്ചിൽ പ്രവർത്തനവും സംസ്ഥാന ഭരണകൂടത്തിന് കൈമാറാനാണ് സൈന്യത്തിന്റെ തീരുമാനം. ഡ്രോൺ, റഡാർ പരിശോധനയും ഉണ്ട്. ഇതിനിടെ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ കേന്ദ്ര സർക്കാർ L3 പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര കാഴ്ചപ്പാടനുസരിച്ച് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഈ ദുരന്തത്തെ. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിച്ചില്ലെങ്കിലും ആ നിലയിലുള്ള സഹായം കേരളത്തിൽ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. വയനാട്ടിലേത് സാധാരണ പുനരധിവാസം പോലെ ആകരുത് എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഓരോ കുടുംബങ്ങളെയും പ്രത്യേകമായി പരിഗണിച്ചുള്ള പുനരധിവാസം നടപ്പാക്കണം. കുടുംബങ്ങൾക്ക് വാടക വീടുകൾ ഒരുക്കണം. പുതിയ വീടുകളിലേക്ക് മാറാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ദുരന്തത്തിൽപ്പെട്ടവർക്ക് തൊഴിൽ ഉറപ്പാക്കാൻ സർക്കാർ തയ്യാറാകണം. സ്വയം തൊഴിലുകൾ കണ്ടെത്താൻ സൗകര്യമൊരുക്കണം. സമഗ്രമായ ഒരു ഫാമിലി പാക്കേജായി പുനരധിവാസം ആസൂത്രണം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ദേശീയ ദുരന്തമായി വയനാട് ദുരന്തത്തെ പ്രഖ്യാപിക്കുന്നതിൽ കേന്ദ്രമന്ത്രി V മുരളീധരൻ പറഞ്ഞ കാര്യത്തിൽ ചില സത്യങ്ങളുണ്ട്. ദേശീയ ദുരന്തം എന്ന പ്രഖ്യാപനം ഇപ്പോഴില്ല. എന്നാൽ അങ്ങനെ പ്രഖ്യാപിച്ചില്ലെങ്കിലും ആ നിലയ്ക്കുള്ള സഹായം വേണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ഇനി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കണം. സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി മുന്നറിയിപ്പുകൾ നൽകാനുള്ള സംവിധാനം സംസ്ഥാനത്തൊട്ടാകെ നടപ്പാക്കണം. കാലാവസ്ഥാ വ്യതിയാനത്തെ പരിഗണിച്ചുള്ള നയരൂപീകരണം നടക്കണമെന്നും ഇതിന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.